നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വൺസ് അഗെയിൻ ടോപ്പ് ക്ലാസ് ഗോൾ ഫ്രം ലിയോ മെസ്സി. എന്തൊരു ഗോളായിരുന്നു അത്! കളിയുടെ അവസാന ഘട്ടത്തിൽ ആ ബോളുമായിട്ട് നീങ്ങി പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജിലൂടെ ഒന്ന് പോയിട്ടൊരു കിടിലൻ ഷോട്ട്. ആര് തടയാൻ? MLS ഒരു ഗോൾ കീപ്പർക്കെന്നല്ല, ലോക ഫുട്ബോളിലെ തന്നെ കുടികിട്ടിയ ഗോൾ കീപ്പർമാർ അത്തരം ഷോട്ടുകൾ തടയാൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. നാഷ്വിൽ FC പക്ഷേ 2-1 ഈ കളി വിജയിച്ചു. MLS റഫറിങ്ങിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കളി കഴിഞ്ഞിട്ട് ഹാവിർ മഷ്റാനോ അത് പറയുകയുണ്ടായി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എന്നിട്ട് എൻ്റെ പിന്നാലെ വരാനുള്ളൊരു അവസരം ഞാൻ കൊടുക്കുന്നില്ല, ഈ ദേഷ്യം നമ്മൾ വിഴുങ്ങുകയാണ് എന്നാണ് ഹാവിർ മഷ്റാനോ പറഞ്ഞത്. എത്ര സന്ദർഭങ്ങളിൽ വാർ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പല ഘട്ടങ്ങളിലും അത് ഉപയോഗിച്ചില്ല. അനുകൂലമായിട്ട് ഇന്റർ മയാമിക്ക് ലഭിക്കേണ്ട ചില പെനാൽറ്റികൾ റഫറി കണ്ടില്ലെന്ന് നടിക്കുന്ന കാഴ്ച, ചില ഫൗളുകൾ കണ്ടില്ലെന്ന് നടിക്കുന്ന കാഴ്ച, അതേസമയം എതിരാളികൾക്ക് അനുകൂലമായിട്ട് വിളിക്കുന്നു. പിന്നെ 10-20 ഫൗളുകൾ നടന്ന കളിയിൽ അവസാനം കൊടുക്കുന്നത് വെറും 6 മിനിറ്റും മാത്രം ഇഞ്ചുറി ടൈം. എല്ലാം കൊണ്ടും കോമഡി ആയിരുന്നു ഈ മത്സരത്തിലെ റഫറിങ് എന്ന് പറയാതെ വയ്യ. പക്ഷേ റഫറിങ് മോശമായതുകൊണ്ടാണ് മയാമി തോറ്റത് എന്നും പറയാൻ വയ്യ. മയാമിയുടെ കളിയും വളരെ പരിതാപകരമായിരുന്നു. സ്ലോപ്പി മിസ്സസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ ലിയോ മെസ്സിയുടെ ഒരു കിടിലൻ ഗോൾ വന്നു എന്നത് മാത്രമാണ് അവർക്ക് ആശ്വാസം. ഏതായാലും ഈ കളി 2-1 നാഷ്വിൽ ജയിച്ചതോടെ MLS കപ്പിൻ്റെ പ്ലേ ഓഫ് ബെസ്റ്റ് ഓഫ് 3 മൂന്നാമത്തെ കളിയും വേണം എന്നുള്ള അവസ്ഥയിലേക്കായി. ആദ്യ കളിയിൽ ഇന്റർ മയാമി 3-1 വിജയിച്ചിരുന്നു. രണ്ടാം കളിയിൽ 2-1 നാഷ്വിൽ FC വിജയിച്ചതോടെ ഇനിയിപ്പോൾ തേർഡ് മത്സരം ഉണ്ടാകും. അത് ഇന്റർ മയാമിയുടെ മൈതാനത്താണ്. ബെസ്റ്റ് ഓഫ് 3 മൂന്നാമത്തെ മത്സരം. അത് നവംബർ 8 രാത്രി ഇന്ത്യൻ സമയം 10:30 ആ കളി നടക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, പോയ സീസണിൽ ഇതുപോലെ ബെസ്റ്റ് ഓഫ് 3 കളിച്ച് പുറത്തു പോവേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇന്റർ മയാമിക്ക്. ഇത്തവണ അത് സംഭവിക്കാതിരിക്കട്ടെ. ഈ മത്സരത്തിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ഒരുമിച്ച് തന്നെയാണ് മുന്നേറ്റത്തിൽ ഇറങ്ങിയത്. അലൻ്റെയും ബാൽസാർ റോഡ്രിഗസും ഒക്കെ കൂട്ടിനുണ്ടായിരുന്നു. മധ്യനിരയിൽ ബോസ്കറ്റ്സും റോഡ്രിഗോ ദീപോളും ഉണ്ടായിരുന്നു. അങ്ങനെ കരുത്തുറ്റ ടീമും കൊണ്ട് തന്നെയാണ് മയാമി ഇറങ്ങിയത്. പക്ഷേ കളിയുടെ 9ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് സൂറിഡ്ജ് നാഷ്വിലിനെ മുന്നിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് 45ാമത്തെ മിനിറ്റിൽ ബൗറുടെ ഗോൾ കൂടി വന്നപ്പോൾ അവർ 2-0 മുന്നിലേക്ക് കടന്നു. മയാമിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി അത്ര മികച്ചതായിരുന്നില്ല. ലിയോ മെസ്സിക്ക് കൃത്യമായ സിറ്റുവേഷനുകളിൽ ബോൾ എത്തിക്കാൻ അവർക്ക് കഴിയാതെയും പോയി. രണ്ടാം പകുതിയിൽ നാഷ്വിൽ പുറകോട്ടിറങ്ങി ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇന്റർ മയാമി കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ 90ാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിയുടെ ആ ഒരു സൂപ്പർബ് ഗോൾ പിറന്നു. പക്ഷേ അതുകൊണ്ട് മതിയാവുമായിരുന്നില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.